ഹലോ, വെൽക്കം ടു ഏസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാമിന്റെ ആൻസർ കീ ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 1082/2026. പൊന്നാനി അർബൻ ബാങ്കിലേക്ക് നടന്ന ഇന്നത്തെ എക്സാം എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ആൻസർ കീയിലേക്ക് പോവാം. അപ്പൊ ഡിസ്കഷനിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വന്നിട്ടുള്ളത് B കോഡാണ്. അപ്പൊ ശ്രദ്ധിക്കുക, B കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് പാർട്ടാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ? ഷീ സ്ട്രോങ്ലി ഒബ്ജക്റ്റഡ് ഡാഷ് ദ പ്രപ്പോസൽ ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. ഓക്കെ, the question വന്നിട്ടുള്ളത് ഷീ സ്ട്രോങ്ലി ഒബ്ജക്റ്റഡ് ഡാഷ് ദ പ്രപ്പോസൽ ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. അപ്പൊ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2 എന്താണ്? ഷീ സ്ട്രോങ്ലി ഒബ്ജക്റ്റഡ് ടു ദ പ്രപ്പോസൽ ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം. കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം. അപ്പൊ നോക്കൂ എന്താണ്? He said, I will submit the application after I receive the approval. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ, he said that he will submit the application after he receives the approval. Option B, he said that he would submit the application after he received the approval. Then option C വന്നിട്ടുള്ളത് he said that he would submit the application after he receives the approval. And option D, he said he submits the application after he received the approval. അപ്പൊ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. He said that he would submit the application after he received the approval. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ് പ്രൂഡന്റ്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ് പ്രൂഡന്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കോഷ്യസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. കെയർലെസ്, ഓപ്ഷൻ എ കെയർലെസ്, ഓപ്ഷൻ ബി റെക്ലെസ്, ഓപ്ഷൻ സി കോഷ്യസ്, ഓപ്ഷൻ ഡി ഹാസ്റ്റി. അപ്പൊ അതില് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, കോഷ്യസ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 4, പിക്ക് ദ കറക്റ്റ് ആന്റോണിം ഫോർ ദ വേർഡ് എക്സ്പ്ലിസിറ്റ്. ഓക്കെ, pick the correct antonym for the word explicit. Option A, clear, B, precise, C, direct, D, vague. അപ്പൊ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് എക്സ്പ്ലിസിറ്റ്. ഇതിന്റെ ആന്റോണിം ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി, വേഗ്. ഓക്കെ, ഓപ്ഷൻ ഡി വേഗ് ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, scarcely dash the announcement made when protest erupted. ഓക്കെ, അപ്പൊ അതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ, ഹാഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. Everyone has submitted the form. ഓക്കെ, everyone has submitted the form. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, hasn't everyone, ഓപ്ഷൻ ബി haven't they, ഓപ്ഷൻ സി has he, ആൻഡ് ഓപ്ഷൻ ഡി don't they. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, haven't they. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, haven't they. ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 7, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
നോക്കൂ എന്താണ് എ സ്പീച്ച് ഡെലിവേർഡ് വിത്തൗട്ട് പ്രിയർ പ്രിപ്പറേഷൻ. എ സ്പീച്ച് ഡെലിവേർഡ് വിത്തൗട്ട് പ്രിയർ പ്രിപ്പറേഷൻ. അപ്പൊ എന്തൊക്കെയാണ് ആൻസർ ഓപ്ഷൻസ് നോക്കൂ. റെസിറ്റേഷൻ, then elocution, impromptu, and option D rhetoric. ഓക്കെ, അപ്പൊ അതില് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, ഓപ്ഷൻ സി ആണ്, ഇംപ്രോംപ്റ്റ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ എക്നോളജ്മെന്റ് അല്ലെ, അതിന്റെ കറക്റ്റ്ലി സ്പെൽഡ് ഏതാണ്? കറക്റ്റ്ലി സ്പെൽഡ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അക്നോളജ്മെന്റ്. റൈറ്റ്, ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഹാഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഡാഷ് ക്ലിയർലി, ദ മിസ്റ്റേക്ക് വുഡ് നോട്ട് ഹാവ് ഒക്കേർഡ്. ഓക്കെ, had the instruction dash clearly, the mistakes would not have occurred. അപ്പോ എന്താണ് കറക്റ്റ് വേർഡ് അവിടെ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യേണ്ട കറക്റ്റ് വേർഡ് എന്താണ്? ഓപ്ഷൻസ് നോക്കൂ. എ എക്സ്പ്ലെയിൻ, ബി എക്സ്പ്ലൈൻഡ്, സി ഹാസ് ബീൻ എക്സ്പ്ലൈൻഡ് ആൻഡ് ഡി ഹാവ് ബീൻ എക്സ്പ്ലൈൻഡ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബീൻ എക്സ്പ്ലൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ, ബീൻ എക്സ്പ്ലെയിൻഡ് എന്താണ്? ഹാഡ് ദ ഇൻസ്ട്രക്ഷൻസ് ബീൻ എക്സ്പ്ലെയിൻഡ് ക്ലിയർലി, ദ മിസ്റ്റേക്സ് വുഡ് നോട്ട് ഹാവ് ഒക്കേർഡ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മള് ലാസ്റ്റ് ഇംഗ്ലീഷ് പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഹി വാസ് എലക്ടഡ് ഡാഷ് മെമ്പർ ഓഫ് പാർലമെന്റ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യുവൻസി. ഓക്കെ, കറക്റ്റ് പ്രപ്പോസിഷൻ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹി വാസ് ഇലക്ടഡ് ഡാഷ് മെമ്പർ ഓഫ് പാർലമെന്റ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പൊ ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ, ബി ആൻഡ് സി ദ, ഡി നോ ആർട്ടിക്കിൾ അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് നോ ആർട്ടിക്കിൾ ആണ്. അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമുണ്ടോ? ഹി ഹാസ് എലക്ടഡ് മെമ്പർ ഓഫ് പാർലമെന്റ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കറക്റ്റ്. അപ്പോ നമ്മള് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇംഗ്ലീഷ് പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് GK പാർട്ടിലേക്കാണ്. ഓക്കെ, അപ്പൊ നോക്കൂ 11ാമത്തെ ക്വസ്റ്റ്യൻ. Who was appointed as the 53rd Chief Justice of Supreme Court? ഓക്കെ, 53ാമത് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അപ്പോയിന്റ് ചെയ്തത് ആരെയാണ്? യെസ്, ആരെയാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് സൂര്യകാന്ത്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജസ്റ്റിസ് സൂര്യകാന്ത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ വെന്യൂ ഫോർ ദ 28th ഏഷ്യൻ ഗെയിംസ്. 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വെന്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി എയ്ച്ചി നഗോയ. ജപ്പാനിലെ എയ്ച്ചി നഗോയാണ് 20ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാകുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 13ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 13. ഇൻ വിച്ച് താലൂക്ക് ഇസ് ദ വിഴിഞ്ഞം പോർട്ട് കേരളാസ് ഡ്രീം പ്രോജക്ട് ലൊക്കേറ്റഡ്? അപ്പൊ കേരളത്തിലെ ഡ്രീം പ്രോജക്ട് ആയിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് താലൂക്കിലാണ്? നെടുമങ്ങാട്, ഓപ്ഷൻ എ നെടുമങ്ങാട്, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര, ഓപ്ഷൻ സി വർക്കല, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അപ്പൊ താലൂക്കാണ് ചോദിച്ചിട്ടുള്ളത്. താലൂക്ക് ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 14th ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. How many elected members are there in the രാജ്യസഭ? രാജ്യസഭയിലെ എലക്ടഡ് മെമ്പേഴ്സിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര മെമ്പേഴ്സ് ആണ് രാജ്യസഭയിലെ എലക്ടഡ് മെമ്പേഴ്സ്? 238. 238 പേരാണ് എലക്ടഡ് മെമ്പേഴ്സ് ആയിട്ട് രാജ്യസഭയിലെ എലക്ടഡ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 15th ക്വസ്റ്റ്യൻ. The economic reforms in India were carried out in the year. Okay, the economic reforms in India were carried out in the year. Economic reforms start ചെയ്തിട്ടുള്ളത് ഏത് വർഷം മുതലാണ്? 1991.
1991 മുതലാണ് ഇക്കണോമിക് റീഫോംസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 16. ദ ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ ഏതാണ്? NH44. ഓക്കെ, ഓപ്ഷൻ ബി NH44 ആണ് ഇന്ത്യയിലെ ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 17. 17ാമത്തെ ക്വസ്റ്റ്യൻ. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പ്രൊമോഷൻ ഓഫ് ഇന്റേണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. Third one, equal justice and free legal aid. Then fourth one, living wage etc. for workers. The question and these subjects are included under dash and dash in the Indian Constitution. അപ്പോൾ ഈ സബ്ജക്റ്റുകളെല്ലാം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വന്നത് Part 4A, fundamental duties. Then next question, answer B idana Part 14 and services under the union and the state. Then part option C, Part 21, temporary, transitional and special provisions. Then Part 4, ഓപ്ഷൻ ഡി വന്നിട്ടുള്ള പാർട്ട് 4 ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഈ സബ്ജക്റ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പാർട്ട് 4 ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 18. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് എ ക്ലാസിക്കൽ ലാംഗ്വേജ്? ഓക്കെ, നോട്ട് എ ക്ലാസിക്കൽ ലാംഗ്വേജ്. ഏതാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ലാത്തത്? പ്രാകൃത്, ഒഡിയ, കൊങ്കണി ആൻഡ് പാലി. അപ്പൊ അതില് ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ലാത്തത് കൊങ്കണിയാണ്, ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 19. 19ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following is an important Rabi? Next, question number 19. 19ാമത്തെ question. Which one of the following is an important Rabi crop? Okay, answer വരുന്നത് wheat ആണ്. Okay, important Rabi crop ഏതാണ്? wheat. അടുത്തത് 20th question. Who won the 2025 2025 അല്ലേ 2025 എഴുത്തച്ഛൻ അവാർഡ് 2025 നേടിയത് ആരാണ്? ഓപ്ഷൻ സി KG ശങ്കരപിള്ളൈ. ഓക്കെ, ഓപ്ഷൻ സി KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ അവാർഡ് വിജയിയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ GK പാർട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മുടെ മാത്സ് പോർഷൻ ആണ്. 21 മുതൽ നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നോക്കൂ, 21ാമത്തെ ക്വസ്റ്റ്യൻ. In a class of 40 students, John's rank is 8th from top. Leela is 5 ranks below John. What is Leela's rank from the bottom? Okay, Leela's rank from the bottom. Answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 28. ഓപ്ഷൻ ബി 28 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ. സീത ഈസ് ഇമോഷണൽ. ഷീ ഈസ് എ വുമൺ. Therefore, all women are emotional. The conclusion is, okay, Sita is emotional. She is a woman. Therefore, all women are emotional.
ഇപ്പൊ കൺക്ലൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കൺക്ലൂഷൻ എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫോൾസ് കൺക്ലൂഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഫോൾസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23, 23ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് 555 1/3 മൈനസ് 555 1/3 പ്ലസ് 5 1/3? ഈ ഒരു മാത്സ് ക്രിയ സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 505 1/3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി. ഓക്കെ, മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 24, 24ാമത്തെ ക്വസ്റ്റ്യൻ. Among the following, which is the essential part of a hospital? Okay, which is the essential part of a hospital? ഇതാണ് ഓപ്ഷൻ ബി ഡോക്ടർ. ഓക്കെ, ഓപ്ഷൻ ബി ഡോക്ടർ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വരുൺസ് ഡെയിലി ജേർണി ടു ഹിസ് ഓഫീസ് ഇൻ ദ ബസ് was always comfortable as it was not crowded with passengers, and he got seat from his boarding stop itself. But the opening of a new factory along the route, the bus was crowded with factory goers. This made Varun's journey a tedious one. Among the following alternatives, which one justifies the above statement? അപ്പോൾ ഈ above statements justify ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, വരുൺസ് ജേർണി മെയ്ഡ് അൺകംഫർട്ടബിൾ സിൻസ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഫാക്ടറി. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? വരുൺസ് ജേർണി മെയ്ഡ് അൺകംഫർട്ടബിൾ സിൻസ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഫാക്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഓഡ് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ദെൻ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓഡ് വൺ ആയിട്ട് വരുന്നത് നീതി ആയോഗ്. ഓപ്ഷൻ ഡി നീതി ആയോഗ് ആണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നീതി ആയോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27, 27ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് നമ്പേഴ്സ്, one pair is not related to the rest due to the lack of common property. Find it out. ഓക്കെ, ഇപ്പൊ താഴെ തന്നിട്ടുള്ള പെയേഴ്സിൽ വൺ പെയർ ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ റെസ്റ്റ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് കോമൺ പ്രോപ്പർട്ടി. അപ്പൊ അത് ഏതാണ് എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 69, 78. ഓക്കെ, 69, 78 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 28. In a coded language, if the word reform is coded as MROFER, how is assembly coded? അപ്പൊ അസംബ്ലിയുടെ കോഡാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. The ratio of areas of semicircle and circle. The ratio of areas of semicircle and circle. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1:2. ഓപ്ഷൻ എ ആണ് ആൻസർ, 1:2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30, 30ാമത്തെ ക്വസ്റ്റ്യൻ. മിസ്റ്റർ അനൂപ് spent 25% of his income on rent, 30% on food, 10% on clothing, 8% on education, 15% on travel, and 2% on sundry items. If his monthly income is rupees 10,000, in how many months can he save rupees 12,000? ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോ 30ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 12 months. ഓക്കെ, 12 months.
മുപ്പതാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് 12 മാസം അല്ലെ. ഓപ്ഷൻ എ 12 months. നെക്സ്റ്റ് അപ്പൊ നമ്മുടെ മാത്സില് 10 ക്വസ്റ്റ്യൻസ് നമ്മള് റീസണിങ്ങില് 10 ക്വസ്റ്റ്യൻസ് നമ്മള് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മള് 31st ക്വസ്റ്റ്യൻ നമ്പർ 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്ന എന്താണ്? ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. ഏതാണ് സിസ്റ്റം? ഏത് എക്കണോമിക് സിസ്റ്റത്തിലാണ്? യെസ്, ഓപ്ഷൻ ഡി സോഷ്യലിസം. ഓക്കെ, അപ്പൊ 31ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സോഷ്യലിസം. ദെൻ നെക്സ്റ്റ് 32ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 32. Introduction of production oriented credit to agriculturists to cater to seasonal agricultural production needs was based on the recommendation of. അപ്പൊ ഈ ഒരു റെക്കമെൻഡേഷൻ നടത്തിയത് ഏത് കമ്മിറ്റിയാണ് എന്നുള്ളതാണ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റൂറൽ സർവേ കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. Core ethics of cooperation do not include one of the parameters given below. ഓക്കെ, അപ്പൊ ഇതില് ഏതാണ് കോർപ്പറേഷൻ എത്തിക്സിൽ ഇൻക്ലൂഡ് അല്ലാത്തത്, അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. The package of reforms recommended by the Khusro Committee 1989 included first one, bringing more rural poor within the ambit of primary agricultural cooperatives. Second one, role of federation in strengthening their constituents. Third one, need for comprehensive cooperative legislation reforms. Then fourth one, increased involvement of women in the membership, management and leadership positions in cooperatives. അപ്പൊ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. The fund created from profit or income secured by assets like mortgages and managed by trustees to ensure financial stability for long-term lending and regulated for KS card. Kerala State Cooperative Agricultural and Rural Development Banks. അപ്പോൾ 35th ക്വസ്റ്റ്യന്റെ 35ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഫണ്ടിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫണ്ടിന്റെ പേര് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് 36ാമത്തെ ക്വസ്റ്റ്യൻ 36th ക്വസ്റ്റ്യൻ. And essentially cooperative without banking as the main function, serving common economic needs like purchasing suppliers or selling products. അപ്പോ അത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്തൗട്ട് ബാങ്കിങ് ആസ് ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിങ് മെയിൻ ഫംഗ്ഷൻ അല്ലാത്ത സൊസൈറ്റി ആയിട്ട് വരുന്നത് ഇതിൽ ഓപ്ഷൻ സി ആണ്, നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഓപ്ഷൻ സി നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് 37ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 37. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് റൈറ്റേഴ്സ് ഇൻ കേരള. ഇപ്പൊ അതിന്റെ പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ, റൈറ്റേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി, സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓപ്ഷൻ ബി SPCS. അടുത്തതായിട്ട് 38. Question number 38. Shares of interest in cooperatives were exempted from attachment. Shares of interest in cooperatives were exempted from attachment. It was one of the chief provisions in the dash. ഏത് ആക്ടിലെ ചീഫ് പ്രൊവിഷൻ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. എന്തായിരുന്നു? ഏത് ആക്ടിലെയാണ്? ആക്ട് ഓഫ് 1912. 1912 ആക്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912. റൈറ്റ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് 39ാമത്തെ ചോദ്യം. For significant asset like immovable property pledged as security for a loan, the valuation is conducted by.
ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ വാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? യെസ്, ഓപ്ഷൻ ബി, ഇൻഡിപെൻഡന്റ് ക്വാളിഫൈഡ് വാല്യൂവർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഇൻഡിപെൻഡന്റ് ക്വാളിഫൈഡ് വാല്യൂവർ. ഇനി നെക്സ്റ്റ് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ദ മാനേജ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ. അപ്പൊ നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ആൻസറിലേക്ക് എത്താം. എന്താണ്? കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് എന്തിന്റെ ബേസിലാണ്? ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. ഓപ്ഷൻ സി, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 41. The process of investing what is being done and comparing the result with the corresponding budget data to verify accomplishment is called. Okay, the process of investigating what is being done and comparing the results with the corresponding budget data to verify accomplishment is called budgetary control. Answer ഏതാണ്? ഓപ്ഷൻ ബി, budgetary control. Okay, next question number 42. A graphic tool for analyzing all possible actions for a decision under risk. A graphic tool for analyzing all possible actions for a decision under risk. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഡിസിഷൻ ട്രീ ആണ്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഡിസിഷൻ ട്രീ. ഓക്കെ, അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 43. The powers of the registrar are delegated to dash in case of the dairy industry, village industries, kaya and fisheries. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പൊ രജിസ്ട്രാറുടെ അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നത് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിനാണ്. ഏതിലെ കേസിലാണ്? ഡയറി ഇൻഡസ്ട്രീസ്, വില്ലേജ് ഇൻഡസ്ട്രീസ്, കയർ ആൻഡ് ഫിഷറീസ്. ഓക്കെ, അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 44. Chairman of the expert committee constituted for the formation of Kerala Bank by the state government. ഇപ്പൊ കേരള ബാങ്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഓപ്ഷൻ ബി, എം.എസ്. ശ്രീറാം. ശ്രീറാം കമ്മിറ്റിയെ കുറിച്ചൊക്കെ നമ്മള് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? എം.എസ്. ശ്രീറാം. ആൻസർ ഓപ്ഷൻ ബി. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 45. APCOS is a dash cooperatives. APCOS എന്ന് പറയുന്നത് ഏത് തരം കോപ്പറേറ്റീവ്സ് ആണ്? സി, ഓപ്ഷൻ സി, ഡയറി കോപ്പറേറ്റീവ്സ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഡയറി കോപ്പറേറ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46 അല്ലെ? 46ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ കേസ് ഓഫ് എ സൊസൈറ്റി ഹാവിംഗ് dash intimation of the amendment proposed in the bylaws of the society has to be given to the members of the society in person and their full signature in token of having received the same is obtained. Okay, അപ്പൊ എപ്പോഴാണ് പേഴ്സണൽ ആയിട്ട് ഈ ഇന്റിമേഷൻ അറിയിക്കുന്നത്? എപ്പോഴാണ്? ഇൻ കേസ് ഓഫ് എ സൊസൈറ്റി ഹാവിംഗ് not more than 1000 members അല്ലെ? പേഴ്സണൽ ആയിട്ട് 1000 മെമ്പേഴ്സിന് താഴെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ എണ്ണം, അപ്പോ എന്താണ്? ഈ ഇന്റിമേഷൻ നമ്മൾ പേഴ്സണൽ ആയിട്ട് അറിയിക്കും. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി, നോട്ട് മോർ ദാൻ 1000 മെമ്പേഴ്സ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 47 ആണ് അല്ലെ? If any society refuses to issue identity card to any member, the aggrieved person may appeal to the registrar within dash from the date of receipt of the order of refusal. ഓക്കെ, എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകണം എന്നുള്ളതാണ് റെഫ്യൂസൽ. അതായത് ഐഡന്റിറ്റി കാർഡ് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകണം? യെസ്, എത്ര ദിവസത്തിനുള്ളിലാണ്? ഓപ്ഷൻ സി, 50 days. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, 50 days. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 48. A member of a society who has acted adversely to the interest of the society
may be expelled upon a resolution of a general body passed at a special general body meeting convened for the purpose by the votes of dash present and voting at the meeting. ഓക്കെ, അപ്പൊ എക്സ്പൾഷനുമായി റിലേറ്റ് ചെയ്ത റെസൊല്യൂഷൻ പാസ്സാക്കാനുള്ള മെജോറിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി അല്ലെ. 2/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 49. 49ാമത്തെ ക്വസ്റ്റ്യൻ. The government shall by notification in the Gazette constitute a state cooperative election commission for the conduct of all election to. State cooperative election commission election conduct ചെയ്യുന്നത് ഏതെല്ലാം കേസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ് ആൻഡ് കോപ്പറേറ്റീവ് ബോർഡ്സ്. ഇവിടെ എല്ലാ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള ഇലക്ഷൻസ് എല്ലാം നടത്തുന്നത് ആരുടെ സൂപ്പർവിഷനിലാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ സൂപ്പർവിഷനിലാണ്. അപ്പൊ ആൻസർ വരുന്നത് 49, ക്വസ്റ്റ്യൻ നമ്പർ 49. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 50. Which of the following is not a reason for the supersession of committee? ഓക്കെ, സൂപ്പർസെഷന് കാരണമല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോട്ട് എ റീസൺ ഫോർ ദ സൂപ്പർസെഷൻ ഓഫ് കമ്മിറ്റി. അപ്പൊ ഇതൊക്കെയാണ് തന്നിട്ടുള്ള ആൻസർ. നോക്കൂ, ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ കമ്മിറ്റി ഫെയിൽസ് ടു ഹോൾഡ് ഇറ്റ്സ് റെഗുലർ മീറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ഫോർ 6 months. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50 സൂപ്പർസെഷന് കാരണമല്ലാത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? ദ കമ്മിറ്റി ഫെയിൽസ് ടു ഹോൾഡ് ഇറ്റ്സ് റെഗുലർ മീറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ഫോർ 6 months. ഓക്കെ, മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 51. 51ാമത്തെ ക്വസ്റ്റ്യൻ. A society cannot invest its funds in. A society cannot invest its funds in. ഏത് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഓക്കെ, ഓപ്ഷൻ ബി പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 52. 52ാമത്തെ ക്വസ്റ്റ്യൻ. എ സൊസൈറ്റി ഹാവിംഗ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഡാഷ് and above shall set apart a sum calculated at 5% of the net profit for contribution to the cooperative education fund. ഓക്കെ, അപ്പോ നോക്കൂ, എ സൊസൈറ്റി ഹാവിംഗ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഡാഷ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ₹2,000 and above. ₹2,000 and above. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, 52ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 53. It shall be the duty of the Director of Cooperative Audit in consultation with the registrar to revise, amend or update audit manual in every dash years. Every 5 years. അല്ലെ? ഓപ്ഷൻ ഡി ഏതാണ്? every 5 years. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 54. The liquid cover of debentures of Kerala State Cooperative Agriculture and Rural Development Bank for the purpose of fluid resources under Rule 63 is. Okay, the liquid coverage എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി 80% of market value. എന്താണ്? 80% of market value. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55. The enquiry under section 65 shall be completed within a period of. Enquiry complete ചെയ്യേണ്ട period of time ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 months. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി 4 months. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 56. If the registrar on completion of the enquiry finds that there is a major defect in the constitution or working or financial condition of the society, he may intimate the action in accordance with the. എന്താണ് ആക്ഷൻ വരുന്നത്?
in accordance with the provisions of this act. In accordance with the provisions of this act, answer option A ആണ്. Okay. Next, question number 57. Okay. Question number 57. The term of office of the cooperative ombudsman shall be. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ ടേം ഓഫ് ഓഫീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാ വരുന്നത്? യെസ്, ഓപ്ഷൻ ഡി. 3 years from the date of his entering office or attaining the age of 65 years, whichever is earlier. Okay, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 58. Find out the matching pair from the following with regard to Kerala Cooperative Society's rules. ഇപ്പൊ റൂള് ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ സബ്ജക്റ്റും തന്നിട്ടുണ്ട്. അത് മാച്ച് ചെയ്ത് എഴുതാനാണ്, കറക്റ്റ് മാച്ചിങ് പെയർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതില് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ആൻസർ കണ്ടെത്താൻ പറ്റുന്ന തരത്തിലാണ് ഈ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. റൂള് 47 എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റഡി ഓഫ്, അതിന്റെ സബ്ജക്ട് മാറ്റർ പറയുന്നത് കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്സ്, സെയിൽസ് എക്സെട്ര ഓഫ് എ സൊസൈറ്റി. റൂൾ 23യുടെ സബ്ജക്ട് മാറ്റർ വരുന്നത് എന്താണ്? നോമിനേഷൻ ഓഫ് ആൻ അയർ. ഓക്കെ. റൂൾ 64B. റൂൾ 64B എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട്. ദെൻ റൂൾ 82 സ്റ്റാൻഡ്സ് ഫോർ, അതിന്റെ സബ്ജക്ട് മാറ്റർ എന്താ വരുന്നത്? ആപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെയിൽ ഓൺ ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. 58th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ. അടുത്തതായിട്ട് 59ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following shall not contain the certificate of registration? Shall not contain in the certificate of registration of a cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ ഉൾപ്പെടാത്തത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 60. 60ാമത്തെ ക്വസ്റ്റ്യൻ. An application for registration of a society shall be disposed by the registrar within dash from the date of receipt of the application. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, 60 days. Then നെക്സ്റ്റ് നോക്കൂ, 61ാമത്തെ ക്വസ്റ്റ്യൻ. Fill up the equation with the correct choice given below. Okay, fill up the equation with the correct choice given below. അപ്പൊ 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ്. എന്താ ആൻസർ ആയിട്ട് വരാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അപ്പൊ എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 62. 62ാമത്തെ ക്വസ്റ്റ്യൻ. An amount of rupees 20,000 received from Pooja credited to Divya's account would affect dash account or accounts. ഓക്കെ, ഈ ട്രാൻസാക്ഷന്റെ എഫക്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ ഏതൊക്കെ അക്കൗണ്ടിനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബോത്ത് ക്യാഷ് ആൻഡ് ദിവ്യാസ് അക്കൗണ്ട്. ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിനെയും ബാധിക്കും, ദിവ്യാസ് അക്കൗണ്ടിനെയും അത് എഫക്ട് ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 63. The profit on depreciation policy is transferred to. Profit on depreciation policy is transferred to. Answer option B, profit and loss account. Option B, profit and loss account. Next section, question number 64. Okay, question number 64. Which department is responsible to prepare material requisition? Okay, 64ാമത്തെ question. Which department is responsible to prepare material requisition? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ആൻസർ ഓപ്ഷൻ സി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 65. 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Find out the odd man from the group of terms
റിലേറ്റഡ് ടു ദ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. അപ്പൊ ഇതില് ഓഡ് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് 66ാമത്തെ ക്വസ്റ്റ്യൻ. സെയിൽസ് വാരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ഏതാണ് ബഡ്ജറ്റഡ് സെയിൽസ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ബഡ്ജറ്റഡ് സെയിൽസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്തതായിട്ട് 67ാമത്തെ ക്വസ്റ്റ്യൻ. When profit volume ratio is PV ratio is 40% and sales value is rupees 2 lakh, the variable cost എത്രയാ വരുന്നത്? യെസ്, ആൻസർ ഓപ്ഷൻ സി ആണ്, rupees 1,20,000. ഓക്കെ, അടുത്തത് 68ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് rupees 50,000. Closing stock is double the amount of opening stock and cost of goods sold is rupees 20 lakh. What is the amount of purchase during the period? ഇക്വേഷൻ അറിയാലോ, അപ്ലൈ ചെയ്യാം. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ rupees 20,50,000. എമൗണ്ട് ഓഫ് പർച്ചേസ് എത്രയാണ് വരുന്നത്? 20,50,000. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 69. The debt equity ratio of a company is 2:3 and the equity capital is rupees 30 lakh. Then what is the total capital? Debt equity ratio തന്നിട്ടുണ്ട്, കമ്പനിയുടെ ഇക്വിറ്റി ക്യാപിറ്റലും തന്നിട്ടുണ്ട്. ദെൻ ടോട്ടൽ ക്യാപിറ്റൽ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 lakh. ഓക്കെ, ഓപ്ഷൻ ബി 50 lakh. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഓഫ് എ ഫേം ഈസ് 2:1 ആൻഡ് ദ കറന്റ് ലയബിലിറ്റി ഈസ് rupees 50,000 and if the current asset consists of cash rupees 10,000, debtors of rupees 30,000 and the stock in trade, then what is the value of stock in trade? ഓക്കെ, അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ തന്നിട്ടുണ്ട്, കറന്റ് ലയബിലിറ്റി തന്നിട്ടുണ്ട്, കറന്റ് അസറ്റിലുള്ള ഐറ്റംസും തന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി rupees 20,000. ഓക്കെ, അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ കേസ് ഓഫ് ക്യാഷ് ഫ്ലോ അനാലിസിസ്, increase in the amount of debtors result in ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിക്രീസ് ഇൻ ക്യാഷ്. ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ ക്യാഷ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 72. 72ാമത്തെ ക്വസ്റ്റ്യൻ. The system which provides a continuous information regarding quantity and the value of inventory is known as. ഏതാണ് സിസ്റ്റം? യെസ്, ഓപ്ഷൻ ബി പെർപെച്വൽ ഇൻവെന്ററി. ഓപ്ഷൻ ബി പെർപെച്വൽ ഇൻവെന്ററി. 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി പെർപെച്വൽ ഇൻവെന്ററി. ഇനി അടുത്തതായിട്ട് 73ാമത്തെ ക്വസ്റ്റ്യൻ. The variable cost is rupees 5 lakh and total sales rupees 9 lakh. Then what is profit volume ratio? നിങ്ങൾക്ക് എന്താണ് വാരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്, PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 44.44%. ഓക്കെ, അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 74. 74ാമത്തെ ക്വസ്റ്റ്യൻ. Which element is not associated with a fraud triangle? ഫ്രോഡ് ട്രയാങ്കിളുമായി ബന്ധമില്ലാത്ത എലമെന്റ് ഏതാണ് എന്നുള്ളതാണ്. ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, കൊല്യൂഷൻ. ഇതാണ് ഓപ്ഷൻ ഡി, കൊല്യൂഷൻ. ഓക്കെ, അടുത്തതായിട്ട് 75ാമത്തെ ക്വസ്റ്റ്യൻ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ROI അല്ലെ? ROI ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഓപ്ഷൻ സി പ്രോഫിറ്റബിലിറ്റി. ഇൻഡിക്കേറ്റർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആണ്. ഓക്കെ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ഈസ് ദ ഇൻഡിക്കേറ്റർ ഓഫ്
പ്രോഫിറ്റബിലിറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ജേർണൽ എൻട്രി ദാറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 2 അക്കൗണ്ട് ഈസ് എ, എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി കോമ്പൗണ്ട് എൻട്രി അല്ലെ? ഓപ്ഷൻ ബി കോമ്പൗണ്ട് എൻട്രി. അടുത്തത് നോക്കൂ, 77ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിസ്കൗണ്ട് ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ലിസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ്? ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിസ്കൗണ്ട് ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ലിസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ്? എന്താണ് ആ ഡിസ്കൗണ്ടിന്റെ പേരെന്താണ്? യെസ്, ഓപ്ഷൻ ബി ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി ട്രേഡ് ഡിസ്കൗണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 78. An account with a credit balance in the ledger, general ledger, is a or an, എന്താണ്? An account with a credit balance in the general ledger. ജനറൽ ലെഡ്ജറിൽ ക്രെഡിറ്റ് ബാലൻസിലുള്ള അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ട് ആണ്? ഇതില് ഓപ്ഷൻ സി എ ലയബിലിറ്റി അക്കൗണ്ട്. ഓപ്ഷൻ സി എ ലയബിലിറ്റി അക്കൗണ്ട്. അടുത്തതായിട്ട് 79, ക്വസ്റ്റ്യൻ നമ്പർ 79, 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മെൻ ബൈ വെൻ എ പോർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്? ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ വെൻ എ പോർഷൻ ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്? അപ്പോ പോർഷൻ ഓഫ് ഇൻകം നമ്മൾ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അൺഏൺഡ് ഇൻകം. ഓപ്ഷൻ എ അൺഏൺഡ് ഇൻകം. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 80. Among the given items which are not fictitious but intangible asset? Among the given items, അല്ലെ, താഴെ തന്നിരിക്കുന്ന 5 ഐറ്റംസ് ഉണ്ട്. അതില് നോട്ട് ഫിക്ടീഷ്യസ് ബട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, ഏതൊക്കെയാണ്? അതിന്റെ ആ പെയർ കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? യെസ്, ഗുഡ്വിൽ ആൻഡ് പേറ്റന്റ്. ഓപ്ഷൻ ബി 2 and 3 അല്ലെ? ഗുഡ്വിൽ ആൻഡ് പേറ്റന്റ് ആണ് അതില് ടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 81. ഓക്കെ, 81. ക്വസ്റ്റ്യൻ നമ്പർ 81, 81. ബാങ്കിങ്ങിൽ നിന്നുള്ള, ബാങ്കിങ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് 81 മുതലുള്ള ക്വസ്റ്റ്യൻസ്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് മെയ്ഡ് ബൈ, അല്ലെ? ബാങ്കിങ് പൊതുവെ എളുപ്പമായിട്ടുള്ളതാണ് ഇന്നത്തെ എക്സാമിൽ കാണപ്പെട്ടുള്ളത്. ഇന്നത്തെ എക്സാമിൽ ബാങ്കിങ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഈസി ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 81, ക്വസ്റ്റ്യൻ നമ്പർ 81 അല്ലെ? 81ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് മെയ്ഡ് ബൈ. ആരാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് മേക്ക് ചെയ്യുന്നത്? ഡീഡ് എടുക്കുന്നത് ആരാണ്? യെസ്, ഓപ്ഷൻ സി ബാങ്കർ. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ബാങ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 82. When was KCC scheme introduced in India? ഓക്കെ, അപ്പോ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. വർഷം ഏതാണ്? 1998. ഓപ്ഷൻ ഡി 1998. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 83, 83ാമത്തെ ചോദ്യം. The Monetary Policy Committee in India was constituted in. മോണിറ്ററി പോളിസി കമ്മിറ്റി വന്നിട്ടുള്ളത് ഏത് വർഷമാണ് എന്നുള്ളതാണ്. ഏത് വർഷമാണ്? യെസ്, ഓപ്ഷൻ ബി 2016, 2016. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 84, 84ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR അല്ലെ? SLR is maintained under section 24 of Dash Act. ഏത് ആക്ടിന്റെ സെക്ഷൻ 24 പ്രകാരമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഏത് ആക്ടാ? വിത്തൗട്ട് എനി ഡൗട്ട് അല്ലെ? ഏതാണ്? നമുക്ക് കണ്ണടച്ച് പറയാം, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. BR ആക്ടിന്റെ സെക്ഷൻ 24 പ്രകാരമാണ് SLR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 85. ഇൻ ഇന്ത്യ മെർച്ചന്റ് ബാങ്ക്സ് ആർ റെഗുലേറ്റഡ് ബൈ. ഇന്ത്യയിൽ മെർച്ചന്റ് ബാങ്ക്സ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഡെവലപ്ഡ് നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ്
to consolidate the multiple electronic clearing system. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം അതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ് ഡെവലപ്പ് ചെയ്ത ഏജൻസി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ NPCI, നാഷണൽ പേയ്മെന്റ് കൗൺസിൽസ് ഓഫ് ഇന്ത്യ അല്ലെ. നാഷണൽ NPCI ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. 86ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. Among the following, select a public sector bank in India. ഓക്കെ, ഇപ്പൊ ഇവിടെ 4 ബാങ്കുകൾ തന്നിട്ടുണ്ട്. അതില് 3 ബാങ്കുകൾ തന്നിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻ ഡി എന്താണ്? ഓഫ് ദീസ് ആണ്. അപ്പൊ നോക്കൂ, ഇതില് പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. ദെൻ നെക്സ്റ്റ് question number 88. Current accounts are ideal for. കറന്റ് അക്കൗണ്ട്സ് ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കാണ് ഈ അക്കൗണ്ട്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ സി, എന്റർപ്രണേഴ്സ് അല്ലെ. ട്രേഡേഴ്സിന്, ബിസിനസ് മാൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു കറന്റ് അക്കൗണ്ട്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറന്റ് അക്കൗണ്ട്സ് ആർ ഐഡിയൽ ഫോർ, ഈ ഓപ്ഷൻ തന്നിട്ടുള്ള ഓപ്ഷനിലെ ഏറ്റവും സ്യൂട്ടബിൾ ഏതാണ്? ആർക്കാണ് അത് ഐഡിയൽ ആയിട്ടുള്ളത്? എന്റർപ്രണേഴ്സിനാണ്. ഓപ്ഷൻ സി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 89. 89ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻട്രസ്റ്റ് ഓഫ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്, RD അല്ലെ, റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ആഡഡ് ടു പ്രിൻസിപ്പൽ എമൗണ്ട് എവരി ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ്സിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻഡ് അത് പ്രിൻസിപ്പൽ എമൗണ്ടിനോട് കൂടി ആഡ് ചെയ്യുന്നത് ഏത് ബേസിലാണ് എന്നുള്ളതാണ്. ആൻസർ ഏതാണ്? ബി, ക്വാർട്ടർലി. ഏതാണ്? ബി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏത്? ക്വാർട്ടർ. അടുത്തത് 90ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 90 അല്ലെ. ഇൻ ANBC, A stands for, ANBC എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് അല്ലെ. അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസ്റ്റഡ്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, അഡ്ജസ്റ്റഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? അഡ്ജസ്റ്റഡ്. റൈറ്റ്. അടുത്തത് 91. ക്വസ്റ്റ്യൻ നമ്പർ 91. 91. When a bill of exchange is not accompanied by any document, it is known as. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതിന് കൂടി ഡോക്യുമെന്റ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാത്ത, അക്കമ്പനി ചെയ്യാത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് എന്താണ് പേര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിലെ ട്രേഡ് ബില്ല്, ഡിമാൻഡ് ബില്ല്, ഇൻലാൻഡ് ബില്ല്, നൺ ഓഫ് ദിസ്, അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതില് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് അക്കമ്പനി ചെയ്യാത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്നത് ക്ലീൻ ബിൽ എന്നുള്ളതാണ്. അപ്പൊ അത് ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 92. ഡാഷ് ഈസ് ആൻ എൻഡോഴ്സ്മെന്റ് ഇൻ വിച്ച് ഇറ്റ് വാണ്ട്സ് ദ എൻഡോഴ്സി that the endorser is an agent with a limited liability. അപ്പൊ endorser is an agent with a limited liability. എൻഡോഴ്സർക്ക് ലിമിറ്റഡ് റൈറ്റ്സ് ഉള്ളൂ, ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ളൂ എന്ന് വാൺ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, പെർ പ്രോ എൻഡോഴ്സ്മെന്റ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, പെർ പ്രോ എൻഡോഴ്സ്മെന്റ്. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 93. Dash is an advance which generate income regularly to bank by way of interest and other charges. ഓക്കെ. ഡാഷ് ഈസ് ആൻ അഡ്വാൻസ് അല്ലെ. അതൊരു അഡ്വാൻസ്, ഒരു ലോൺ ആണ്. അത് എങ്ങനെയാണ്? ഇൻകം റെഗുലർലി ജനറേറ്റ് ചെയ്യുന്ന അഡ്വാൻസ്, റെഗുലർലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, ഇൻട്രസ്റ്റ് രൂപത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അഡ്വാൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? യെസ്, ഓപ്ഷൻ എ, പെർഫോമിംഗ് അസെറ്റ്. എന്താണ്? പെർഫോമിംഗ് അസെറ്റ്. ഓപ്ഷൻ എ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 94. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 94 എന്താ? The DICGC,
ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അല്ലെ. DICGC insures deposits up to a maximum of rupees dash in the event of a bank fails. അപ്പോ ബാങ്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ DICGCയിൽ നിന്ന് കിട്ടുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് എത്ര രൂപയാണ്? യെസ്, ഓപ്ഷൻ സി 5 lakh. ആൻസർ എന്താണ്? ഓപ്ഷൻ സി 5 lakhs. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 95. In which year was Mahatma Gandhi series of bank notes issues? Okay, ഏത് വർഷമാണ് മഹാത്മാഗാന്ധി സീരീസ് ഓഫ് നോട്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. വർഷം 1996. ഓപ്ഷൻ എ ആണ് 1996. ഓക്കെ, ഏത് വർഷമാണ്? 1996ലാണ് മഹാത്മാഗാന്ധി സീരീസ് ഓഫ് നോട്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 96. 96ാമത്തെ ക്വസ്റ്റ്യൻ. When paying a check drawn by a customer, a banker has to pay attention to. അല്ലെ, ഒരു കസ്റ്റമർ ഡ്രോ ചെയ്തിട്ടുള്ള ചെക്കിന്റെ പേയ്മെന്റ് നടത്തുമ്പോൾ ബാങ്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ബാങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താ? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാങ്ക് കൃത്യമായിട്ട് പരിശോധിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, അപ്പൊ 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 97. 97ാമത്തെ ക്വസ്റ്റ്യൻ. സെക്ഷൻ 10 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, NI ആക്ട് ഡീൽസ് വിത്ത്. അപ്പോ NI ആക്ടിലെ സെക്ഷൻ 10 എന്താണ്? ഓപ്ഷൻ ബി പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് അല്ലെ. പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 98. യൂഷ്വൽ റീസൺസ് ഫോർ ഡിസോണർ ഓഫ് എ ചെക്ക് കൺസിസ്റ്റ്. അപ്പൊ ഒരു ചെക്ക് ഡിസോണർ ആവുന്ന യൂഷ്വൽ റീസൺസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് 4 സ്റ്റേറ്റ്മെന്റ്സ് യൂഷ്വൽ റീസൺസ് തന്നിട്ടുണ്ട്. അതിൽ 4 റീസൺസ് തന്നിട്ടുണ്ട്. അതിൽ യൂഷ്വൽ റീസൺസ് ഏതൊക്കെയാണ് ആ പേര് കണ്ടെത്താനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പൊ ഇതില് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 2 and 4 അല്ലെ. 1, 3 and 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2 റെഫർ ടു ഡ്രോയി എന്നുള്ളത് അതെന്താണ്? യൂഷ്വലി അതൊരു റീസൺ ആയിട്ട് വരുന്നില്ല. റീസൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? റെഫർ ടു ഡ്രോയർ ഫസ്റ്റ് വൺ, ദെൻ 3 പേയ്മെന്റ് സ്റ്റോപ്ഡ്, ദെൻ 4th one പോസ്റ്റ് ഡേറ്റഡ് ചെക്സ്. ഇതൊക്കെയാണ് യൂഷ്വൽ റീസൺ, ഒരു ചെക്ക് ഡിസോണർ ആവുന്നതിനുള്ള യൂഷ്വൽ റീസൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 99. ഹൈബ്രിഡ് ഡെപ്പോസിറ്റ് ആർ ഓൾസോ നോൺ ആസ്. ഹൈബ്രിഡ് ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ഫ്ലക്സി ഡെപ്പോസിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡ് ഡെപ്പോസിറ്റ് എന്ന് കൂടി ഈ ഒരു ഡെപ്പോസിറ്റ്സിന് പേരുണ്ട്. ഓക്കെ, ഫ്ലക്സി ഡെപ്പോസിറ്റ്സ്, ഓപ്ഷൻ എ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 100 അല്ലെ. 100ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ബാങ്ക് നോമിനേഷൻ ഫോറം യൂസ്ഡ് ഫോർ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് അതർ അക്കൗണ്ട്സ് അല്ലെ. അപ്പോ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ബാങ്ക് നോമിനേഷൻ ഫോം ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. നോമിനേഷൻ ഫോം ഏതാണ് എന്നുള്ളതാണ് ആൻസർ എ, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ഫോറം DA 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു, നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു എക്സാം ഒന്ന് നന്നായിട്ട് വിലയിരുത്തി നോക്കുക. നിങ്ങൾ ആൻസർ ചെയ്ത എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ആൻസേഴ്സ് ഒന്ന് കണ്ടെത്തുക. അതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതുവരെ നിങ്ങൾ എഴുതിയതെന്ന് നിങ്ങൾക്ക് എന്തെല്ലാം പാളിച്ചുകൾ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആശംസിക്കുന്നു. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.